പെൻഷൻകാരോട് കേന്ദ്ര സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്ന് AITUC ജില്ലാ സെക്രട്ടറി KC ജയപാലൻ. PF പെൻഷൻകാരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടും നടന്നില്ല. 2014 മുതലാണ് PF പെൻഷൻകാർക്ക് അധിക ദുരിതകാലമായതെന്നും ത്രിദിന സത്യാഗ്രഹത്തിന്റെ 2ാം ദിനം ഉദ്ഘാടനം ചെയ്ത് KC ജയപാലൻ പറഞ്ഞു. പെൻഷനെ സംബന്ധിച്ച് രൂപരേഖ നൽകുന്നതിൽ അന്ന് ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായി. അതിന് അന്ന് എടുത്ത നിലപാട് ആദ്യം പെൻഷൻ സ്കീം നടപ്പിലാക്കട്ടെ. പെൻഷൻ സ്കീം ആദ്യം നടപ്പിലാക്കിയതിനു ശേഷം നമുക്ക് തുടർ ആവശ്യങ്ങളും നമ്മുടെ അവകാശങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ഇപ്പൊ നമ്മൾ നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച് തടസ്സം നിന്നാൽ ഭാവിയിൽ അത് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവും എന്നായിരുന്നു അന്ന് പ്രതിമാൻ സിംഗ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ നടപ്പിലായി. 95 മുതൽ 2026 നീണ്ട 31 വർഷത്തെ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിന്റെ ഇടയിൽ വന്ന ഗവൺമെന്റുകൾ, ആ ഗവൺമെന്റിൽ നമുക്ക് ഒരു ചാൻസ് കിട്ടിയതായിരുന്നു. എന്നാൽ അത് എന്തുകൊണ്ടോ നടത്തുന്നതിൽ അല്ലെങ്കിൽ നടപ്പിലാക്കുന്നതിൽ ചില വീഴ്ചകൾ സംഭവിച്ചോ എന്ന് അത് പരിശോധിക്കേണ്ടതാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ PF പെൻഷൻകാർ നടത്തുന്ന രാജ്യവ്യാപക ത്രിദിന സത്യാഗ്രഹ സമരത്തിന്റെ ഭാഗമായി പാലക്കാട് ചന്ദ്രനഗറിലെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസിന് മുമ്പിലാണ് ത്രിദിന സത്യാഗ്രഹം നടക്കുന്നത്. 1000-ഉം 1500-ഉം കൊണ്ട് ജീവിച്ചാൽ മതിയെന്നാണ് കേന്ദ്ര സർക്കാർ നയം. പെൻഷൻകാർക്ക് ഭാര്യയും മക്കളും ഉണ്ടെന്ന യാഥാർത്ഥ്യം പോലും കേന്ദ്ര സർക്കാർ കണക്കിലെടുക്കുന്നില്ല. ചർച്ചകൾക്കും പരിഹാരങ്ങൾക്കും വഴങ്ങാത്ത സർക്കാർ ജനാധിപത്യത്തിന് ദൂഷണമല്ലെന്നും KC ജയപാലൻ പറഞ്ഞു. പെൻഷൻ പദ്ധതി സമഗ്രമായി പരിഷ്കരിക്കുക, മിനിമം പെൻഷൻ 9000 രൂപയാക്കി ഉയർത്തുക, ക്ഷാമബത്ത അനുവദിക്കുക തുടങ്ങിയ പ്രധാന ആവശ്യങ്ങൾ, 1971 മുതലുള്ള സർവീസ് പെൻഷൻ പരിഷ്കരിക്കുക, സുപ്രീംകോടതി വിധി പ്രകാരം അർഹരായ എല്ലാവർക്കും ഹയർ ഓപ്ഷൻ അനുവദിക്കുക, തൊഴിലാളികളുടെ പെൻഷൻ ഫണ്ടിലെ നിക്ഷേപ തുക മരണശേഷം കുടുംബത്തിന് തിരികെ നൽകുക, മുതിർന്ന പൗരന്മാർക്ക് ട്രെയിൻ യാത്രയിൽ ഉണ്ടാകുന്ന ഇളവുകൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയവയും സംഘടനയുടെ ആവശ്യങ്ങളാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ് BB രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി R പുരുഷോത്തമൻ, വൈസ് പ്രസിഡന്റ് മനോഹരൻ, ചന്ദ്രൻ, അബ്ദുൽ അസീസ്, KS ദാസ്, C കൃഷ്ണകുമാർ, ധനലക്ഷ്മി എന്നിവർ സംസാരിച്ചു.